കാണും നേരം കീരിയും പാമ്പും പോലെ കാണാം. കാണാനേരം തമ്മിൽ തമ്മിൽ പൊന്നേ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം. അമ്മയെന്ന നാട്യം മോളെടുത്ത് ചാട്ടം നോക്കും വാക്കും വേളം നാക്കിനാലെ നീളം ഒന്നിച്ചാലും മുത്തം മുത്തം പിന്നെ കണ്ട കഷ്ടം കഷ്ടം കണ്ടാലെന്നാണെന്നാണെന്നാണല്ലേ നിന്നും ഇമ്പം ചേരും കൂടും വീടും നന്നേ എന്നാലും പഴമൊഴി പതിരുതിരുകയോ തട്ടിയും മുട്ടിയും. Oh yeah, തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും. അർജുനേട്ടാ അമ്മ എന്തിയെ? എന്തിനാ ചിരിക്കുന്നേ? ആ ഫംഗ്ഷന് പോകാനുള്ള സമയമായി. അമ്മ എന്തിയെ? നിങ്ങളെന്താ മനുഷ്യനെ കളിയാക്കുവാണോ? അമ്മയുടെ കാര്യം ഓർത്ത് തന്നെ അവനോല് ഞാൻ ചിരിക്കുന്നത്. എന്താ ഇന്നലെ ആണ്ട് ഈ മാവേ കയറാനുള്ള അമ്മയുടെ ശ്രമം ഞാനാ പരാജയപ്പെടുത്തിയത്. അതുപോലെ ഇന്നുണ്ടല്ലോ ആ തെങ്ങേ കയറാൻ ഏണി വെച്ചതാ. ഞാൻ പിന്നെ ഏണി എടുത്ത് മാറ്റിക്കൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഈശ്വര, അമ്മയ്ക്കത് എന്തോത്തിന്റെ കേടാ? വാനര ജന്മം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഫംഗ്ഷന് പോകാൻ സമയമായല്ലോ. 2-3 ദിവസമായിട്ട് ഇതുപോലത്തെ പല അസുഖങ്ങളും ഉണ്ട്. എന്നിട്ട് അമ്മ എന്തിയെ? അതെ, പിള്ളേരുമായിട്ട് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ബാള് കയറിച്ച് അപ്പുറത്തെ പുരടുത്ത് പോയി 3 പേരുടെ എടുക്കാൻ പോയിരിക്കുക. എന്ത് കഷ്ടമാ. ഫംഗ്ഷൻ ഒന്ന് വിളിച്ചോണ്ട് പോണല്ലോ. നീ അങ്ങ് പോയിക്കോ. ഞാൻ പോവാനോ? ഇതേ വയസ്സായവരെ ആദരിക്കുന്ന ചടങ്ങാ. അത് ഞാൻ പോയാ മതിയോ? അമ്മയെ തന്നെ വിളിച്ചോണ്ട് പോണ്ടേ? ക്ലബ്ബുകാരാണെ പ്രത്യേകം പറഞ്ഞേക്ക. അത് തന്നെ പ്രശ്നം. സംഘാടകർ വന്ന് ക്ഷണിച്ചു പോയ ഉടനെ തന്നെ തുടങ്ങിയതായി ഈ രോഗം. അമ്മ ഈ ക്രിക്കറ്റ് കളിക്കുന്നു മാവേ കയറുന്നൊക്കെ എന്തിനാണെന്നറിയാവോ? അമ്മയ്ക്ക് പ്രായമായില്ലെന്ന് തെളിയിക്കാൻ. അമ്മയെ കൊണ്ട് തോറ്റു. അച്ഛമ്മേന് ബാറ്റ് ചെയ്യണ്ട, അച്ഛമ്മേന് ബോൾ ചെയ്താൽ മതി. ഞാനെങ്ങാനും ബൗൺസർ കഴിഞ്ഞിട്ട് അച്ഛമ്മയുടെ തലക്കിട്ട് കൊണ്ടുകഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അച്ഛമ്മയ്ക്ക് ഒരു ഹെൽമെറ്റ് കൂടി സംഘടിപ്പിക്കായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. അമ്മ ഇത് എന്തുകൊണ്ടുണ്ടോ അമ്മ? നമുക്ക് ഫംഗ്ഷന് പോണ്ടേ? ഞാൻ വരുന്നില്ല. നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇപ്പൊ പ്രായം തന്നവരെ ആദരിക്കും. അതിന് എന്നെ വിളിച്ചാൽ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് അമ്മയുടെ മുടി നരച്ചോണ്ട്. എന്റെ മുടിയൊന്നും നരച്ചിട്ടില്ല. ഒന്നുമില്ല. ഞാനല്ല അമ്മ സ്ഥിരം ഡൈ ചെയ്തിരുന്നത്. കഴിഞ്ഞ മാസം ഡൈ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞ ഇതോടെ നിർത്തിക്കോണോന്ന്. അങ്ങനെ നിർത്തിയിരുന്നെങ്കിൽ ഇപ്പൊ നരച്ച് കാണുകയല്ലായിരുന്നു. ഇത് എണ്ണക്കേടാ, നരച്ചൊന്നുമല്ല. എണ്ണക്കേട്. ഇങ്ങോട്ട് വന്ന് നമുക്ക് പോകാം. ഞാൻ വരുന്നില്ല, എനിക്ക് പ്രായമായിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ അമ്മ അവർക്ക് വാക്ക് കൊടുത്തേ? വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ, നാക്ക് മാറ്റാൻ പറ്റുമോ? എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാനില്ല. എല്ലാം പറയുന്ന അമ്മയാ. പ്രായമായവരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിന് എന്നെ എന്തിനാ വിളിക്കുന്നേ? അമ്മ കളിക്കരുതേ, നാട്ടുകാരെ വെറുതെ വെറുപ്പിക്കരുത്. ഒരാവശ്യം വരുമ്പോ അവരെ കാണത്തുള്ളൂ. അമ്മ ഇതേ കമലഹാസന്റെ ക്ലബിന്റെ കൂട്ടുള്ള ഡൂക്കളി ക്ലബ് ഒന്നുമല്ല. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ മെമ്പേഴ്സാ അതിനകത്ത്. അതുകൊണ്ട് ഞാൻ വലിയ ക്ലബല്ലയോ? നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഫംഗ്ഷൻ അമ്മേ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്തിനാ പോന്നേ? നീ അങ്ങോട്ട് ചെല്ല്. ഞാനാണോ പോണ്ടേ? അതെ, നീ വന്ന് വിളിച്ചത്. വിളിച്ചതൊക്കെ അവർക്ക് അങ്ങനെ തോന്നി. നിന്നെക്കാളും കുറച്ചും കൂടെ ഗ്ലാമർ ഒക്കെ ഉള്ള എനിക്കന്ന് തോന്നിയിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ഇനി മുതൽ വരുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ചെലവെല്ലാം അവര് തന്നെ വഹിക്കുമെന്നാ പറയുന്നേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോട് പോകാൻ. എനിക്ക് അങ്ങനെ അസുഖമൊന്നും വരത്തില്ല. എന്റെ ശരീരമേ പഴയ ശരീരമാണ്, നല്ല ഉരുക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് മുട്ടുകാല് പോകുമ്പോഴേ അറിയാം. ഒന്ന് പോയി നോക്കച്ചമ്മേ, ചിലപ്പോ വല്ല സമ്മാനം കിട്ടിയാലോ. സമ്മാനമുണ്ടോ? അതുകൊണ്ടല്ലേ കിടന്ന് വിളിക്കുന്നേ? ആണോ? പിന്നെ എന്നാ പോകാല്ലേ? പക്ഷെ വയസ്സ് ഞാൻ പറയത്തില്ല. വേണ്ട. പിന്നെ ഡ്രസ്സ് മാറിയിച്ചു വേണ്ടല്ലേ? എന്തോന് അവിടെ കല്യാണത്തിന് പോകുന്നല്ലോ. ഇത് നല്ല 1-ാം തരം ഡ്രസ്സാ, ഇത് മതി. അമ്മ ഈ തൊപ്പി എങ്കിലും ഒന്ന് എടുത്ത് മാറ്റേ. തൊപ്പി ഇന്നാ നിനക്ക്. മക്കളെ നിങ്ങളൂടെ ചെല്ല്, ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കേ. ഭാവി നിങ്ങളെയും ആദരിക്കണ്ടല്ലയോ? അയ്യോ, നിങ്ങൾ എന്താ ചിരഞ്ജീവിയാന്നോ? വയസ്സാവുന്നില്ലേ? ഓരോന്നിന്റെ കോല പേർത്ത് നിറയെ ബോളൊക്കെ കിട്ടിട്ട് വാ. സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രായമായവരെ ആദരിക്കുന്നത് നല്ല കാര്യം തന്നെ. നിങ്ങൾ ഇപ്പോൾ എനിക്ക് നൽകിയ ഈ ബഹുമാനം നിങ്ങളുടെ വീട്ടിൽ ചെന്നാൽ അച്ഛനമ്മമാർക്ക് കൊടുക്കാറുണ്ടോ? അതേപോലെ പ്രായമായ ഒരു സ്ത്രീയോ പുരുഷനോ ബസ്സിനകത്ത് കയറി വന്നാൽ നിങ്ങൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. ഇനിയും ഒരു പ്രായമായ സ്ത്രീയോ പുരുഷനോ റോഡിൽ കൂടി നടന്നു പോയാൽ
നിങ്ങൾ ആരെങ്കിലും അവരുടെ കൈ പിടിച്ച് ഒന്ന് സഹായിക്കാറുണ്ടോ? ആ മതി 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 മതി, എല്ലാം നന്നായിട്ടുണ്ട്. ഇക്കണക്കിന് അമ്മയെ രാഷ്ട്രീയത്തിലെടുക്കും. അർജുനേട്ടൻ അറിയോ, അവിടെ വന്ന കിളവന്മാരിലും കിളവിലും ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്തത് നമ്മുടെ അമ്മയാണ്. അച്ഛമ്മയെ കിളവിന്ന് വിളിച്ചു. എന്താ ചൂടാവാത്തെ? ഞാനെന്തിനാ ചൂടാകുന്നത്? അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കിളവിയാണെന്നും എനിക്ക് പ്രായമായി പോയി എന്നും ഒക്കെ. ഏയ് അച്ഛമ്മ അത്ര കിളവൊന്നും ആയിട്ടില്ല. ആയടാ, അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയുള്ള സമ്മാനമൊക്കെ തന്നത്. എടുത്തോണ്ട് വാ. അർജുനേട്ടന് കിട്ടും കുറച്ച് കഴിയുമ്പോ. ശിഷ്ടകാല രാമായണം വായിച്ചിരിക്കാനാ വയസ്സായവരോട് അവര് പറയുന്നേ. അച്ഛമ്മക്ക് ഇത്ര പ്രായമാണ് ഞങ്ങൾക്ക് ഇന്നാ മനസ്സിലായി അല്ലേടി? പാവം. മോനാലി, നീ അമ്മയെ നിർബന്ധിച്ചേ ഫംഗ്ഷൻ കൊണ്ടുപോയത് നീ ചെറുപ്പക്കാരിയാണെന്നും അമ്മ വയസ്സിയാണെന്നും തെളിയിക്കാൻ വേണ്ടിയല്ലേ? അതെ, മനസ്സിലായല്ലേ? നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു ഇച്ചിരി നെകളിപ്പ് കൂടുതലാ, അങ്ങനെ പറ്റത്തില്ലല്ലോ. പാവം അമ്മ, വലിയ ദുഃഖമുണ്ട്. എത്ര ഊർജ്ജസ്വലയായിട്ട് ഇവിടുന്ന് പോയതാ, കിളവിയായിട്ട് തിരിച്ചു വന്നു. ഭക്ഷണം വരട്ടെ, ചിക്കനും വന്നോട്ടെ, ചിക്കനും വന്നോട്ടെ, മട്ടണം വന്നോട്ടെ, ചിക്കനും വന്നോട്ടെ, സാമ്പാർ വന്നോട്ടെ, കോഴി വന്നോട്ടെ, പപ്പടം വന്നോട്ടെ. ഈ തീന്മേശയിൽ ഒരു മര്യാദയൊക്കെ വേണം. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴേ എന്നെ എന്താ വിളിക്കാഞ്ഞത്? ആവശ്യമുള്ളവര് വന്നിരുന്ന് കഴിച്ചോണം. വിശക്കുന്നു മോനല്ലേ, അതുകൊണ്ടാ. കഞ്ഞിയും ചമ്മന്തിയോ? മീനെന്തിയേ? എനിക്ക് മീൻകറിയില്ല, ഊണിറങ്ങത്തില്ല. അല്ലേ, ഞാൻ മനഃപൂർവ്വം ഇത് ചെയ്തത്. നിങ്ങളുടെ അമ്മയോട് അടുക്കള കയറാൻ പറഞ്ഞപ്പോ പറയുവാണേ എനിക്ക് വയസ്സായി കിളവിയായി, അതുകൊണ്ട് ഞാൻ അടുക്കള കയറത്തില്ലെന്ന്. ചുരൂർക്കായിട്ട് ഓടിച്ചാടി നടന്ന ആളാ കൊണ്ടുപോയി കിടവയാക്കിയില്ലയോ? ഇനി അനുഭവിച്ചു. ചിലരങ്ങനെ എല്ലാരും പറഞ്ഞു പറഞ്ഞു വട്ടാക്കുന്ന പോലെ നിങ്ങളൊക്കെ ചേർന്ന് അച്ഛമ്മയെ കിളവിയാക്കിയില്ലേ? സൗമിത്രി തന്നോട് ഈ വണ്ണമരുൾ ചെയ്തു, സൗഖ്യമോട് മാതാവോട് ചൊല്ലി ഞാൻ കേൾക്കണം അമ്മേ തെളിഞ്ഞ നീ എന്നുടെ വാക്കുകളെ. രാമായണ വായന അമ്മയല്ലേ? ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്, ആത്മാവിനെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവദാ കൂടി വാഴുകെന്നുള്ളതല്ലോ ഈ കൂടി. നട്ടുച്ചയ്ക്കാണോ രാമായണം വായിക്കുന്നേ? ഓ, വയസ്സായില്ലേ മോളെ, ഇനിയിപ്പോൾ ഈ രാമായണമൊക്കെ വായിച്ചോണ്ട് അങ്ങനെ ഇരിക്കാം. സർവജ്ഞയല്ലോ ജനനീ. വാ വല്ലതും വന്ന് കഴിക്കാം. ആ, എന്നാ ഇനിയിപ്പോൾ കഴിച്ചിട്ടാവാം പാരായണം. സർവേശ്വര മോളെ, അച്ഛമ്മയ്ക്ക് നടക്കാൻ വയ്യ, ഒന്ന് കയ്യെ പിടിച്ചേ. അയ്യോ, ആരാണ്ട് വരുന്നുണ്ടല്ലോ. ആരാ? ഞാനാ വിക്രമൻ നായർ. മായാവതിക്ക് മനസ്സിലായില്ലേ? വിക്രമൻ നായർ. വിക്രം നായരേട്ടൻ, എന്താ ഈ വഴിക്കൊക്കെ? ഞാൻ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ. മക്കൾക്ക് മനസ്സിലായില്ലേ? ഈ പ്രായം ചെന്നവരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നല്ലോ, അവിടെ സ്റ്റേജിൽ ഞാനും മായാവതി അമ്മയും അടുത്തടുത്തായിരുന്നത്. ഞങ്ങൾ ഓരോരോ നാട്ടു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞേ അത് പരിചയത്തിലായി. ഇപ്പൊ വലിയ ഫ്രണ്ട്സാ അല്ലേ മായാവതി അമ്മേ? അതെ അതെ അതെ. വീട്ടിലാരുമില്ല, എല്ലാവർക്കും ജോലി തിരക്കും. എന്നും പൂന്തോട്ടത്തിലെ പുല്ല് കുറച്ച് സമയം കളയാൻ പറ്റുമോ? ഞാനും അങ്ങനൊക്കെ തന്നെ ആ വിക്രമൻ ചേട്ടാ. അതും ഇതുമൊക്കെ പറഞ്ഞ് സമയം കളയാൻ സമപ്രായത്തിലുള്ള ഒരാളെ കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു. എന്നാ വന്നാട്ടോ ഭക്ഷണം കഴിക്കാം. വേണ്ട, ഉച്ചഭക്ഷണം പതിവില്ല, അതൊരു ശീലമായി. വലിയ വീടല്ലേ, അടുക്കള പൂട്ടിട്ടാ അവർ പോകുന്നു. ഞാൻ ഉമ്മർത്ത് അങ്ങനെ ഇരിക്കും.
അതുകൊണ്ട് ഉച്ചഭക്ഷണം ഇല്ല. മായൊന്നും പോയി കഴിച്ചാട്ടെ. ഞാൻ തന്നെ പറഞ്ഞാൽ അവിടെ ഇരുന്നോളാം. അത് വേണ്ട, എന്നാ എനിക്കും വേണ്ട. എനിക്കും അത്ര വലിയ വിശപ്പൊന്നുമില്ല. പിന്നെ അവര് പിടിച്ചുകൊണ്ട് കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ എനിക്കും വേണ്ട, നിങ്ങൾ പോയി കഴിച്ചാട്ടെ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൊച്ചു വർത്താനം പറഞ്ഞോണ്ട്. അമ്മ ഒന്ന് കഴിക്കുക, ഗ്യാസ് കയറും. വേണ്ട, എനിക്ക് വേണ്ട, ഇങ്ങോട്ടിരുന്നാട്ടെ. എന്തിനാ വേണ്ടാത്ത ആളെ നിർബന്ധിക്കുന്നത്? ഓ ശരി. എന്റെ ദൈവമേ. മക്കളെ ആഹാരം കഴിക്കണം കേട്ടോ. ഇങ്ങോട്ട് നീങ്ങി ഇരുന്നാട്ടെ. അമ്മേ. ഉറക്കാറുണ്ടോ? ഇല്ല, പതിവില്ല. രാമായണം വായിക്കണോ? രാമായണം വായിക്കാൻ കണ്ണാടി ഇല്ലാതെ കാണാവോ? കണ്ണാടി ഉണ്ട്. ഉണ്ട്. അതിലെ കൊണ്ട് നടക്കും. ആ, എടുക്കത്തില്ല. നേരം കളിക്കാമല്ലോ. അതെന്തുവാ നേരാ? ഈ കുന്നിക്കുരു അറിയത്തില്ല. റമ്മി കളിക്കാൻ അറിയാമോ? അയ്യോ, അത് ഒട്ടും അറിയത്തില്ല. ചെസ് അറിയാമോ? ആന, കുതിര. ഇല്ല, കാലാൽപ്പട അറിയത്തില്ല. അയ്യോ, അക്ഷരശ്ലോകം അറിയാമോ? അത്ര ശ്ലോകം വേണമെങ്കിൽ ഒരു കൈ നോക്കാം. തുടങ്ങാം. സിനിമാ പാട്ട് പഠിക്കൂ. സിനിമാ പാട്ട്. സിനിമാ പാട്ടിലുള്ള എളുപ്പമുണ്ട്. എളുപ്പമുണ്ട്. പഴയ കാലത്തെ സിനിമാ പാട്ടൊക്കെ അറിയത്തുള്ളൂ കേട്ടോ, പുതിയ പാട്ടൊന്നും അറിയില്ല. എനിക്കും അതേ അറിയത്തുള്ളൂ. നമ്മൾ രണ്ടും ഒരേപോലെ ചിന്തകരാ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായൊവിടുത്ത് അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു നോക്കു കാണാൻ, ഒരു വാക്കു മിണ്ടാൻ, ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ. ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായൊവിടുത്ത് അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. പാട്ട് കേൾക്കാനോ? പാട്ട് നിങ്ങൾക്ക് കേൾക്കാനും മാത്രമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വയസ്സായവർ ഇവിടെ മിണ്ടിയും പറഞ്ഞും പാടിയൊക്കെ ഇരിക്കും. നിങ്ങൾക്ക് കേൾക്കാനൊന്നുമില്ല. പോയി അപ്പുറത്ത്. എന്താ പാട്ട് പാട്ട് അമ്മേ, ഇങ്ങോട്ട് നോക്കി. എന്നെയും കൂടെ കൂട്ടു. സുഖം തലമുറയല്ലേ, കേട്ടോട്ടെ. നമുക്ക് പാട്ട്. പട്ടോ പോലുള്ളോരാ പാദങ്ങൾ രണ്ടും കെട്ടേ പിടിച്ചൊന്നു പൊട്ടേ കരയാൻ, മുറിവേറ്റു വീണോര. എന്തോ ബാക്കി? ഞാൻ പാടും, മായാവതിയമ്മ പാടും വിചാരിച്ചാണെങ്കിൽ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. മുറിവേറ്റ് വീണ ആ ഹൃദയത്തിന്റെ എന്തോ പറയുന്നുണ്ട്. വിരിമാറി വിരിമാറി വീണു. അത് തന്നെ. അങ്ങനെ പറയണ്ട, അങ്ങനെ പറയണ്ട. അത് നമ്മൾ പറയണ്ട. നമ്മൾ പറയാൻ പ്രായമല്ല. എന്താ കേൾക്കാനിരിക്കുക രണ്ടുപേരൂടെ? പോ അപ്പുറത്ത് പോ. വീട്ടിൽ പറഞ്ഞിരിക്കാൻ സമ്മതിക്കത്തില്ല. അവര് പോവത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ മാവിന്റെ വീട്ടിൽ പോയിരുന്നു. അത് ശരിയാ, ശുദ്ധവായുവും കിട്ടും. പതുക്കെ വേണം. എനിക്ക് മുട്ടിന് ഭയങ്കര പ്രയാസം. വിക്രമൻ ചേട്ടൻ അങ്ങനൊന്നും ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഓപ്പറേഷൻ ഒക്കെ ചെയ്തത്. ഗുണമില്ലെന്നിപ്പം. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഇടനഞ്ചിൽ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർ മഞ്ചൽ തോളിലേറ്റ് പോരുകില്ലേ. എന്താ മമ്മി, അച്ഛമ്മയായിട്ട് വഴക്കൂടാൻ പറ്റത്തിന്റെ വിഷമാണോ? ആ കിളവനാണെങ്കിൽ പോകുന്നില്ല. എനിക്ക് അമ്മയൊന്നും മിണ്ടാനും പറയാനും പോലും കിട്ടുന്നില്ല. എന്നെ മമ്മി ഇങ്ങ് വാ, നമുക്കിവിടെ ചെസ് കളിക്കാം. നീ പടി, എനിക്ക് എൻ്റെ അമ്മ മതി. മോനോല്ലി, ഒരു സംഭവം കാണണേ, ഓടി വാ. എനിക്ക് കാണണ്ട. ആ വന്നേന്ന്, ഇതൊന്ന് കാണണ്ട സംഭവാ. വരണം കേട്ടോ.
ഷോർട്ട് പുട്ട് പരിശീലിക്കുക. മായാവതി അമ്മയെ ഷോർട്ട് പുട്ട് അറിയാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. വെറ്ററൻസ് കായികമേളയിൽ പങ്കെടുക്കാൻ മിക്കവാറും ഇത്തവണ മായാവതി അമ്മ സ്വർണം നേടും. ഒന്നുകൂടെ എറി. എല്ലാ വർഷവും ഞാൻ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ദേശീയ മത്സരത്തിൽ വിജയിച്ച് ഞാൻ വിദേശത്ത് പോയിട്ടുണ്ട്. ഈ കൊല്ലം ഞാനും പോകും. ആ മിക്കവാറും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും പോകുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ പോകാൻ നോക്ക്. പറഞ്ഞപ്പോഴാ കാര്യം ഓർത്തത്. സമയം വളരെ വൈകി. ഇപ്പൊ തന്നെ ലേറ്റാ. നേരത്തെ എന്തിനും രേഖ ഏറ്റടക്കും. പിന്നെ കേട്ടില്ല അവര് പൊട്ട പറയാനല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇല്ല 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 നാളെ കാണാം. അങ്ങനെ എന്തോ പറഞ്ഞേ? നാളെ മുതൽ ഇംഗ്ലീഷ് എഴുത്തും വായന എന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അമ്മ അമ്മ ഇതെന്തോ ഭാവിച്ചോണ്ടാ? ചേടാ ഞാനേ കായികമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അമേരിക്ക പോകണമെന്ന് പറഞ്ഞില്ലയോ? അപ്പം ഇംഗ്ലീഷും വായനയൊക്കെ പഠിക്കണ്ടായോ? അല്ല വെറുതെ ആകെ കാണിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ അവിടെ? നിങ്ങളുടെ അമ്മക്ക് എന്നാ ഭ്രാന്താണോ? നീ അങ്ങനെ അങ്ങ് മുക്കി തോപ്പിക്കൊന്നും വേണ്ട. അപ്പം അത് കപ്പിച്ചാൽ മതി കേട്ടോ. ഓവറാവണ്ട. അകത്തോട്ട് വരുന്നോ? ഇനി ചോറുണ്ണാവോ? ചോറുണ്ണ എന്നാ വാ വാ, ഇത്തിരി ചോറുണ്ണ്. ക്ഷീണിച്ചല്ലയോ ഷോർട്ട് പുട്ടൊക്കെ കളിച്ച്. വാ. എന്തുവാന്ന് കണ്ടില്ലയോ? അക്ഷരം എഴുതി പഠിക്കുന്നു. അത് മനസ്സിലായി. ഇപ്പൊ എന്തിനാ അത് ചെയ്യുന്നെന്ന്? ഇപ്പൊ എനിക്ക് എൻ്റെ പേരൊക്കെ എഴുതി പഠിക്കണം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. ഇംഗ്ലീഷ് പിന്നെ അല്ലാതെ കണ്ടാ മനസ്സിലാവത്തില്ലയോ? വിക്രമൻ ചേട്ടൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങേരെങ്ങാനും ഈ കോമ്പൗണ്ടിനകത്ത് കാല് കുത്തിയ ഞാൻ അങ്ങനെ കൊല്ലും. എന്തോയിന്? എന്തോനാന്നോ? ആ എന്തിനാ ആവശ്യമില്ലാത്ത എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് കയറി വരുന്നേ? ആവശ്യമില്ലല്ലോ വരുന്നത്. ഇംഗ്ലീഷ് പഠിപ്പിക്കാനല്ലേ. നീ എന്തോ വിചാരിച്ചേ? അയ്യേ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. വന്നാട്ട് വേണ്ട, ഇവിടെ ആരും പഠിപ്പിക്കൊന്നും വേണ്ട. മായാവതി അമ്മ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല. ഇനി എനിക്കത് കഴിയില്ല. ഞാൻ പോവുക. എങ്ങോട്ട്? വൃദ്ധസദനത്തിലേക്ക്. മക്കള് കാറുമൊക്കെ ആയിട്ട് തയ്യാറായി നിൽക്കുക എന്നെ കൊണ്ടുപോകാൻ. ഞാൻ ആ വിവരം പറയാനായിട്ട് വന്നതാ. ഞാനത് പ്രതീക്ഷിച്ചതാ. പക്ഷേ എത്ര പെട്ടെന്നുണ്ടാവുമെന്ന് കരുതിയില്ല. നിങ്ങളുടെ മക്കളൊക്കെ എവിടാ? മകനെ മായാവതി എന്നെ അറിയും. അന്ന് നമ്മൾ വയസ്സന്മാരെ ആദരിക്ക് തടസ്സം ഘടിപ്പിച്ചില്ലേ ഡോക്ടർ ശശാങ്കൻ? എൻ്റെ മോനാ, എൻ്റെ ഒറ്റ മോൻ. ഞാൻ നിങ്ങളോട് യാത്ര പറയാൻ വന്നതെന്ന് അവനറിയാം. എൻ്റെ മോൻ അടുപ്പിങ്ങോട്ട് വരും. ഞാനെന്നാ ഓട്ടെ. മക്കളും കൊച്ചുമക്കളായിട്ട് കഴിയണമെങ്കിൽ ഭാഗ്യം ചെയ്യണം.